ഹലോ ഗൈസ്, ഇന്ന് നമുക്കിന്ന് ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നുമല്ല, ഒരു പെരുന്നാളിൻ്റെ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാത്രി നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒരു ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ധാന്യത്തികളൊക്കെ അവിടെ മൈലാഞ്ചിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്തവണത്തെ ചെറിയ പെരുന്നാളിനും എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെരുന്നാളൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുമല്ലോ അല്ലേ. പൊതുവേ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് വീട്ടിലേക്കൊക്കെ വരും. പക്ഷേ എനിക്ക് അതും ഇല്ലാത്ത പെരുന്നാളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാം പെരുന്നാളിന് എന്തായാലും വിടൂല. മൂത്തച്ചാളൊക്കെ പോകുമ്പോൾ പിന്നെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് ആളില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും. ഒരു പെരുന്നാളിന് പിന്നെ രണ്ടാമത്തെ പെരുന്നാൾക്കും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മൂത്തച്ചാളൊക്കെ പോയി വന്നിട്ടും നമ്മളെ വിടാത്തൊരവസ്ഥ. കസിൻസൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് തിരഞ്ഞു വന്നിട്ടും അവരെ കൂടെ പറഞ്ഞയച്ചില്ല, പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഒരു കാലം. ഇപ്പോൾ നമ്മൾ ഒറ്റക്കായപ്പോൾ അമ്മക്ക് വേണമെങ്കിൽ വരാൻ പോവാം, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ രാത്രി കുറച്ച് മുല്ല പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനിയത്തി അങ്ങനെ കോർക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേത്തെ ദിവസം രാവിലെ തന്നെ നീച്ചു വന്നപ്പോൾ ഉമ്മ ദോശ ചുടുന്നുണ്ട്. സാധാരണ എല്ലാ പെരുന്നാൾക്കും എല്ലാ വീട്ടിലും പുട്ടാണ് പതിവ്. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, അമ്മ രാവിലെ നീച്ചു വന്നപ്പോൾ ദോശയാണ് ചുട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. മുമ്പ് ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഒരു കുഞ്ഞു ഓർമ്മ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഈ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കാനും പറഞ്ഞ് കറുത്ത കൊടിയും പിടിച്ച് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമോയെന്ന് അറിയില്ല കേട്ടോ. അല്ലെങ്കിലും അതങ്ങനെയാണ്, നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കാൻ കുറേ ആളുകളുണ്ടാവും. കാണാനും വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ കുടുംബത്തിൽ തന്നെ ആളുകളുണ്ടാവും. ഇനിയിപ്പോൾ മര്യാദയ്ക്ക് വീഡിയോ ഇട്ടാൽ തന്നെ കുറ്റം പറയാനൊക്കെ ആളുണ്ടാവും. അതുകൊണ്ട് നമുക്കിതൊന്നും ഒരു പുത്തിരിയല്ല. അങ്ങനെ പൈതമായി നമ്മൾ പറഞ്ഞതാ ചെറിയ ആളാപ്പോൾ വന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാസിക്കുട്ടൻ ഒന്ന് വന്നിട്ടുണ്ട്. അവൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കുട്ടികളെ കുളിപ്പിച്ച് പള്ളിയിൽ പറഞ്ഞേക്കാനുള്ള ടാസ്ക് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഡ്രസ്സൊക്കെ അവർ ഇവിടെ ഒരുക്കി വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. എല്ലാ ചെറിയ പെരുന്നാളിലും പോലെ തന്നെ ഉപ്പാൻ്റെ കൂടെ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ കഴിയുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. മോൻ കയ്യിലുള്ളതുകൊണ്ട് മര്യാദക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ രാത്രിയാണ് മുല്ല കോർക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ മുറ്റത്തുള്ള മുല്ലമരം. അപ്പോൾ എല്ലാ തവണയും ഇതുപോലെ ഒരുപാട് പൂക്കൾ ഈ ഒരു മുല്ലമരത്തിൽ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയം പള്ളിയിൽ നിന്ന് തെക്കിബീറിൻ്റെ ധ്വനികൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തി ചെറിയ മോനെ കുളിപ്പിച്ച് അവിടെ മാറ്റി ഒരുക്കാൻ വേണ്ടിയിട്ട് ഐബ്രോ ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് എഴുതാനൊന്നും കൂട്ടക്കുന്നില്ല കേട്ടോ. ആ പെൻസിൽ അവൻ്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ കുട്ടീനെ ഒഴുക്കലൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ അത് അവിടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ കുട്ടികളെ പുറകെ ഓടി നടക്കുകയായതുകൊണ്ട് ഉമ്മ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചതിനാണ് ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ എളാപ്പാൻ്റെ മക്കളാണ് കേട്ടോ അതൊക്കെ. അവരത് ഐസ്ക്രീം കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം പള്ളിയിൽ പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവന് അല്ലുവിന് ഇപ്പം മിഠായി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കുളി നിസ്കാരം മാറ്റലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വല്യമ്മാൻ്റെ അടുത്ത് തറവാട്ടിൽ പോയി വന്നു. അങ്ങനെ തറവാട്ടിൽ നിന്ന് വന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ തവണത്തെ പോലെ ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. മന്തിയും അൽഫാമും ആയിരുന്നു. ബായ് പറയും, ഹലോ പറയും. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കാം. പിന്നെ ഞങ്ങൾ അനിയത്തിൻ്റെ വീട്ടിൽ പോയി അവളെയും കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു ഇത്തവണത്തെ പെരുന്നാൾ. അനിയത്തിൻ്റെ കുട്ടീൻ്റെ ടോയ്സൊക്കെ കണ്ടിട്ട് മാജി കരയാണ് കേട്ടോ. അവനെന്തോ ആനനെന്തോ കണ്ടിട്ട് പേടിയായിട്ടുണ്ട് തോന്നുന്നു.
വീട്ടിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ പുറത്തിറങ്ങിയ സമയത്ത് ഇവരെ വീട്ടിലെ മുയലാണിത്. അവളെ വ്ളോഗ് കാണുന്നവർക്കറിയാം, അതിൽ കാണാം കുറേ മീനും അതുപോലെ തന്നെ ഈ മുയൽ പിന്നെന്താ അണ്ണാന് ഒക്കെ ഉണ്ട് ഇവരെ വീട്ടിൽ കേട്ടോ. ഇതാണ് ആ ഒരു മീൻകുഴി. ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട്. പിന്നെന്താ അവളെ വ്ളോഗിലുള്ള ഹൈലൈറ്റ് ആയിട്ട് എപ്പോഴും കാണാറുള്ള ഒരു ഫ്ലവറാണ് കേട്ടത്. ഈ ഒരു ചെടിയുടെ പേരെന്താ മലർസ്ട്രോം എന്നോ മറ്റെന്താണെന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, അത് തന്നെയാണ് തോന്നുന്നു. പിന്നെ അതാ അവിടുത്തെ അമ്മ മുറ്റത്തൊക്കെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതാ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ നേരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം ഞാൻ കാറിൽ ചാർജ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോണിൻ്റെ ചാർജർ അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചാർജും കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ കുറേ ഷൂട്ട് ചെയ്ത് പിന്നെ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരേക്കുള്ള വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഉമ്മാൻ്റെ വീട്. ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ കയറി. പിന്നെ അമ്മായിൻ്റെ ബിരിയാണി ഇതാ അനിയത്തിയാളൊക്കെ കഴിക്കുന്നുണ്ട്. അവർ കഴിച്ചപ്പോൾ ഞാൻ അവരങ്ങനെ കളിയാക്കിയിരുന്നു. പിന്നെ ഇത് അമ്മായിൻ്റെ സ്പെഷ്യൽ മാങ്ങ അച്ചാറും അതുപോലെ തന്നെ ബീട്രൂട്ട് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അച്ചാർ. അപ്പം അനിയത്തിയാൾ പറയുന്നുണ്ട് പെരുന്നാളിന് അമ്മായിൻ്റെ ചോറ് തിന്നാതെ പിന്നെ പെരുന്നാൾ പൂർത്തിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്ത് പിന്നെ അത് അമ്മായി നിർബന്ധിച്ച് എന്നെയും കൊണ്ടും ചോറ് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോൺ ഓഫ് ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ രാത്രി സമയത്ത് കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം തന്നെ ഹാദിപ്പാനെ കൊണ്ട് പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചേച്ചി പോയി ഗൈസ്, ചേച്ചി പോയിട്ടില്ല. ഇതിനാള് വാ അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ മാജിപ്പാൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അവനിതാ പടക്കം കിട്ടുന്ന ഒച്ചയൊക്കെ കേട്ടിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് ബ്ലോഗ് കൂടി തമ്മിൽ കൂട്ടി അനിയത്തി ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന 4-5 പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രിയിലെ ഫുഡ് കൂടി കഴിച്ചാൽ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി. അപ്പോൾ ബിരിയാണി ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ മന്തി അൽഫാമും തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പെരുന്നാൾ. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൊണ്ട് പോന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.